തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ എന്തൊക്കെ നീക്കങ്ങൾ നടത്താൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ് സർക്കാർ. അതുകൊണ്ടാണ് ഒരു പെണ്ണ് കേസ്, നാറ്റക്കേസ് കേരളത്തെ ഇങ്ങനെ മുക്കിക്കളയുന്നത്. രാഹുൽ മാങ്കൂട്ടം പോയ വഴിയും വന്ന വഴിയും ചുവന്ന കാറും കോയമ്പത്തൂരും തമിഴ്നാടും ഒക്കെ അരിച്ചു പറക്കുമ്പോഴും ശബരിമലയിലെ വിഗ്രഹം ശബരിമലയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ശബരിമലയിലെ കിലോ കണക്കിനുള്ള സ്വർണം എങ്ങോട്ട് പോയി, പത്മകുമാറിൻ്റെ ദൈവമാരാണ്, വാസുവിൻ്റെ പങ്കെന്താണ്, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടും സഹാക്കന്മാരുടെ ഓരോരുത്തരിലേക്കും ഇത് നീളാൻ തുടങ്ങിയിട്ടും ഇതിലൊരക്ഷരം മിണ്ടാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നാറിയ കളി കളിക്കുന്ന CPM-നോട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ മഹേഷ് കണ്ഠരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇനി നേരത്തെ തന്ത്രിമാരെ പ്രതിപ്പട്ടികയിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് പത്മകുമാറിന് ശേഷം കടകംപള്ളിയിലും ജയറാമിലും എത്തുന്നതിന് മുൻപ് ഈ കേസ് പിന്നീട് നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് വിഷയവും. രാഹുൽ മാങ്കൂട്ടം അതിജീവിതയുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അതിജീവിത അതിനുശേഷം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നവരെയോ അല്ലെങ്കിൽ പറയുന്നവരെയോ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നവരെയോ ഒക്കെ ഓടി നടന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു അതിജീവിതം മാത്രമേ കേരള പോലീസും CPM സഹാക്കളും കണ്ടുള്ളൂ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. എത്രയെത്ര അതിജീവിതമാർ കേരളത്തിലുണ്ട്. ഇപ്പോഴും നീതി കിട്ടാതെ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്ന എത്രയോ അതിജീവിതമാരുണ്ട്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ എത്ര സ്ത്രീകൾക്കാണ് നീതി കിട്ടുന്നത്? എത്ര സ്ത്രീകളോടാണ് കേരളത്തിലെ പോലീസുകാർ മാന്യമായി പെരുമാറുന്നത്? കേരളത്തിലെ പോലീസുകാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ നിരവധി കൊച്ചു കുട്ടികളടക്കം നിരവധി അതിജീവിതമാരുണ്ട്, ഇരകളുണ്ട്. ദിലീപ് വിഷയത്തിൽ അതിജീവിതയോടൊപ്പം നിൽക്കുന്നത് ആ അതിജീവിത പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി കേരള സമൂഹത്തിനോട് അവർ തനിക്ക് പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം അവർ അതിൽ നിന്ന് മുക്തയായി. അവരാരെയും കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ആർക്കെതിരെയും ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ടോ ഒന്നും അവർ കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരള സമൂഹം മുഴുവൻ ദിലീപ് വിഷയത്തിൽ അതിജീവിതയോടൊപ്പം നിൽക്കുന്നത്. ഒരു ക്വാളിറ്റി അവർ അപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരാളും മിണ്ടരുത്, ഒരാളും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ പോകണം. ആരെങ്കിലും അതിജീവിതയെക്കുറിച്ച് മിണ്ടിയാൽ ഉടനെ അവർക്കെതിരെ കേസ് എടുക്കണം. അത് ഭയന്നുകൊണ്ട് കേരളത്തിലെ ആരും മിണ്ടില്ല. ഇപ്പോഴും ഓർക്കേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയല്ല, കുറ്റാരോപിതൻ മാത്രമാണ്. പ്രതിയാക്കപ്പെടണമെങ്കിൽ കോടതിയിലെത്തി കോടതി പറയണം, നീതിന്യായ കോടതി പറയണം രാഹുൽ മാങ്കൂട്ടം പ്രതിയാണെന്ന്. അതുവരെ അയാൾ പ്രതിയല്ല. അയാൾ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ്, ഇപ്പോഴും പാലക്കാടിൻ്റെ MLA ആണ്. കുറ്റാരോപിതൻ മാത്രമായ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ വ്യക്തിക്ക് അനുകൂലമായി ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ച് ജയിലിനകത്തിടുക. നാളെ ഇത് കേരളത്തിലെ ഓരോ പുരുഷന്മാർക്കും ഉണ്ടാകാൻ പോകുന്ന സ്ഥിതിയാണ്. പ്രതികാര മനോഭാവത്തോടെ ഏതെങ്കിലും സ്ത്രീ ഒരു പുരുഷനെതിരെ പരാതി നൽകിയാൽ പിന്നെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് അനുകൂലമോ കോൺഗ്രസ് അനുകൂലമോ അല്ലെങ്കിൽ പ്രശ്നമില്ല. സാധാരണക്കാർക്ക് എന്തായാലും ഇവിടെ നീതി കിട്ടാൻ പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, ഈ കേസിൽ എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് കടകംപള്ളിയിലേക്കും ജയറാമിലേക്കും ഇതെത്തുന്നില്ല? ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഭവ വികാസങ്ങളൊക്കെ നടത്തിയിട്ടും കോടതി തന്നെ പറയുന്നു ഇതിൽ അന്താരാഷ്ട്ര റാക്കറ്റ് ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ ഈ വലിയ കോലാഹലങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതാകുന്നത്? പ്രതിഷേധിക്കാൻ കോൺഗ്രസോ BJPയോ ഇല്ല. BJPക്ക് ഇഷ്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് വിഷയത്തിൽ വലിയ ഇടപെടലുകൾ നടത്താനും അത് വച്ച് വലിയ എന്താ പറയുക സംഭവ വികാസങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയാണ് BJPക്ക് താല്പര്യം. BJPക്ക് ശബരിമല വിഷയമൊക്കെ അവരെന്നേ വിട്ടുകളഞ്ഞ കേസാണ്. കാരണം സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതും കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഏതെങ്കിലും ഉന്നതനായ BJP നേതാക്കളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസുകളിലേക്കോ
ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതുകൊണ്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടതോ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അവർ മിണ്ടാത്തത്. ജയറാമിൻ്റെ വീട്ടിൽ ഈ ദ്വാര പാളികൾ കൊണ്ടുവച്ചിട്ട് അതൊരു അന്താരാഷ്ട്ര മാർക്കറ്റാക്കി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര റാക്കറ്റിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇടമാക്കി ആ വീട് മാറ്റിയോ എന്നുള്ളത് നേരത്തെ തന്നെ മീഡിയ മലയാളം പ്രേക്ഷകരോട് ചോദിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ശബരിമല വിഷയത്തിൽ കടകംപള്ളി എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ആ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യരുത്, ആ വിഷയങ്ങളിലൂടെ ജനങ്ങൾ പോകരുത്. ശബരിമല ഒരിക്കലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാവരുത് എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പെണ്ണ് കേസ്, ഒരു നാറ്റ കേസ്, ഒരു സ്ത്രീയും പുരുഷനും സുഹൃത്തുക്കളായിരുന്നപ്പോൾ അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു, അവർ തമ്മിൽ അടുത്തിടപഴകി. അത് കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ അയാൾ ഈ ബന്ധം അവസാനിച്ചിറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ സ്ത്രീ ഇറങ്ങിപ്പോയി. എന്തായാലും ഇറങ്ങിപ്പോയപ്പോൾ ഒരാൾക്ക് പക തോന്നി, എന്നാൽ പിന്നെ അവനെ ഒന്ന് കുടുക്കിക്കളയാം, എന്നാൽ പിന്നെ അവനെ ഒന്ന് നാണം കെടുത്തി കളയാം, അവൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാം എന്ന് കരുതി വരുന്നു. അതിനെ കേരള സർക്കാരും കേരള പോലീസും അതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിനോടാണ് ഒരു ചോദ്യം. നിങ്ങൾ നീതി കൊടുത്ത അതിജീവിതമാരുടെ പേര് പറയൂ. ജിഷ്ണു എന്ന് പറയുന്ന ഒരു പാവം ഒരു യുവാവ്, അവൻ്റെ അമ്മയെ നട റോഡിലിട്ട് വലിച്ചിഴച്ച സർക്കാരാണ് ഇവിടുത്തെ സർക്കാർ. അതും ഒരു ഇരയാണ്, മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് എന്ത് നീതിയാണ് നിങ്ങൾ നൽകിയത്? എന്ത് നീതിയാണ് ആ അമ്മയ്ക്ക് നിങ്ങൾ നൽകിയത്? അതുപോലെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എത്രയോ നാളുകളായി, കാര്യം എന്തോ ആയിക്കോട്ടെ, എത്രയോ നാളുകളായി നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട്, നിരാഹാരം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. എന്ത് നീതിയാണ് നിങ്ങൾ അവർക്ക് നൽകിയത്? വണ്ടിപ്പെരിയാറിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, ആത്മഹത്യ എന്തെന്ന് പോലും അറിയാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്ത് നീതിയാണ് അവർക്കൊക്കെ കിട്ടിയത്? അങ്ങനെ കേരളത്തിൽ എത്ര സൂര്യനെല്ലി കേസ്, കിളിരൂർ കേസ്, ഇതിനൊക്കെ എന്ത് നീതിയാണ് കേരള പോലീസ് ഇത്രത്തോളം ഓടി നടന്ന് വാങ്ങിക്കൊടുത്തത് എന്നുള്ളത് അറിയണം. എന്തായാലും ശബരിമല വിഷയം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും, അത് ഉറപ്പാണ്. ഈ നാറ്റ കേസിന് പുറകിലൊന്നും പോകാൻ കേരളത്തിലെ ജനങ്ങൾക്ക് തൽക്കാലം സമയമില്ല, അവർ പോവുകയുമില്ല. വിജയ് മല്യ പൂശിയ സ്വർണം അത് ഏതൊക്കെ ആളുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അടിച്ചു മാറ്റിയത് ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്താണ്? ജയറാമിൻ്റെ വീട്ടിൽ ഇതുകൊണ്ട് വച്ചതെന്താണ്? കടകംപള്ളിക്ക് ഇതിലുള്ള റോൾ എന്താണ്? ഇതെല്ലാം പുറത്ത് വരിക തന്നെ ചെയ്യും. അതിനി എന്തൊക്കെ നാറിയ കഥകളും നാറ്റക്കഥകളും പെണ്ണ് കഥകളും ഒക്കെ കൊണ്ടുവന്ന് കേരളത്തെ മലീനസമാക്കിയാലും കേരളം ജനം ചോദിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ വികാരമാണ് ശബരിമല അയ്യപ്പൻ എന്നുള്ളത്. ഞങ്ങളുടെ അയ്യപ്പൻ എന്ത് സംഭവിച്ചു എന്ന് വിശ്വാസ സമൂഹം ഒന്നിച്ചിറങ്ങിയാൽ പിണറായി വിജയനും ഈ പോലീസും ഈ മാധ്യമ വിചാരണ നടത്തുന്നവരുമൊക്കെ ഒരു പക്ഷേ മറുപടി പറയേണ്ടി വരും. അതിൻ്റെ സമയം വിദൂരമല്ല എന്ന് ഓർത്തിട്ട് വേണം ഇത്തരം നാറിയ കളികളൊക്കെ കളിക്കാൻ.